വചനജായ 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 വചനജായ. ഉപമകളിലൂടെയാണ് ഈശോ സംസാരിച്ചത്. വിത്തിനെക്കുറിച്ചും കടുകുമണിയെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു. പലപ്പോഴും ഉപമ എന്ന് പറയുന്നത് ഒരു കെണി തന്നെയാണ്. അവസാനം അത് വിരൽ ചൂണ്ടുന്നത് നമ്മിലേക്ക് തന്നെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ വിതക്കാരനെക്കുറിച്ച് പറയുന്നുണ്ട്, കൃഷിഭൂമിയെക്കുറിച്ച് പറയുന്നുണ്ട്, വിത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദീപത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, കടുകുമണിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഈശോ ഇതെല്ലാം അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ കണ്ടൻറ്റ് അല്ലെ സാരാംശം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യമാണ്. ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുന്നു. അതിനുശേഷം വചനം പറയുന്നത് അവൻ ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. വിത്ത് മുളച്ച് പൊങ്ങുന്നത് പോലും അവൻ അറിയുന്നില്ല. അവസാനം വിത്ത് പൊട്ടി മുളയ്ക്കുന്നു, ഇലകൾ വരുന്നു, ധാന്യക്കതിരുകൾ വരുന്നു. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വളർച്ച അത് ദൈവ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് മനുഷ്യൻ്റെ കഴിവുകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രമാത്രമേ ഉള്ളൂ, നീ ചെയ്യേണ്ടതൊക്കെ നീ ചെയ്യണം, ബാക്കിയുള്ളതെല്ലാം ദൈവം നോക്കിക്കൊള്ളും. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, നല്ല നിലമാകാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. നല്ല നിലമാകണം, അതിനുശേഷം നല്ല വിത്ത് പാകണം, ബാക്കിയുള്ളതെല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ഒരു അഷ്വറൻസ്, ഒരു ഉറപ്പ് ദൈവം നൽകുകയാണ്. അതാണ് പ്രോവിഡൻസ് ഓഫ് ഗോഡ്, ദൈവ പരിപാലന. അതിനുശേഷം ഈശോ പറയുന്നത് കടുകുമണിയെക്കുറിച്ചാണ്. ഈശോ പറയുന്നത് കടുകുമണി ഏറ്റവും ചെറിയ വിത്താണെന്നാണ്. പക്ഷേ അതിനേക്കാളും ചെറിയ വിത്തുകളൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈശോ ഇതും അവതരിപ്പിക്കുകയാണ്. ഈശോ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, സജീവമായ എന്തിനും ഒരു ചെറിയ തുടക്കമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ എല്ലാം വളർന്ന് പന്തലിക്കുകയും 100 ഇരട്ടിയായിട്ട് അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു കടുകാണ്, നിങ്ങൾ ചെറുതാണ്, നിങ്ങൾ വലിയ പണ്ഡിതന്മാരൊന്നുമല്ല, നിങ്ങൾ പാവപ്പെട്ടവരാണ്, മുക്കുവന്മാരാണ്. പക്ഷേ നിങ്ങൾ വളരും, നിങ്ങൾ വളർന്നു പന്തലിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. നിസാരരായ നമുക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ വളർന്ന് പന്തലിക്കാൻ പറ്റും. ഗോലിയാത്ത് വളരെ ശക്തനായിരുന്നു, പക്ഷേ വിജയം ദാവീദിൻ്റേതായിരുന്നു. ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരാണ് എനിക്ക് എതിര് നിൽക്കുക? ഇനി സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല, എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി അവൻ വിശദീകരിച്ചു കൊടുത്തു. അതെ, ശിഷ്യന്മാർക്കെല്ലാം രഹസ്യമായിട്ട് വിശദീകരിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ ബൈബിൾ നമുക്ക് മനസ്സിലാക്കണം? ബി എ ഡിസൈപ്പിൾ, നമ്മളൊരു ശിഷ്യരായി മാറുക, യേശുവിൻ്റെ ഒരു ശിഷ്യനായി മാറുക, യേശുവിൻ്റെ ഹൃദയസ്പന്ദനവും അറിയുന്ന ഒരു ശിഷ്യനായും യേശുവിൻ്റെ അടുത്തായിരിക്കുന്ന ഒരു ശിഷ്യനുമായി മാറുക. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യമൊക്കെ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും, നമുക്കും ഗ്രഹിക്കാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ.